ഹലോ ഡിയേഴ്സ്, ഐറൺ ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സംഭവം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ആദ്യം വൈകിക്കാതെ തന്നെ. ഒരു പാകമാകാത്ത ഒരു സ്ലിറ്റഡ് ടോപ്പിനെ എങ്ങനെ പാകമാക്കി എടുക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് നോക്കാൻ നേരത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പം ഞാനേ ഈ ടോപ്പിനെ അങ്ങോട്ട് പകുതി വെച്ച് അങ്ങോട്ട് മടക്കി എന്നിട്ട് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ബാക്കും ഫ്രണ്ടും അങ്ങ് കട്ട് ചെയ്തേക്കാണ്. കഴുത്ത് മാത്രം കട്ട് ചെയ്തിട്ടില്ല, കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി നീക്കിയിട്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് അത്രയും ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം അതിന് മാച്ച് ആവുന്നൊരു പീസ് നോക്കിയിട്ട് ഗ്രീനും ഓറഞ്ചും ആകുമ്പോഴത്തേനും കുറച്ച് കോൺട്രാസ്റ്റ് കളറാണ്, അപ്പോൾ സെറ്റായി പോകും. അപ്പം ഞാൻ അങ്ങനെ ഓറഞ്ച് പീസ് അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്നാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. കണ്ടോ, ഇച്ചിരി വീതിക്കാണ്, നമുക്ക് എത്ര വീതി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്കാക്കിയാണ് ആ സെൻറ്ററിലെ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം എനിക്ക് ആവശ്യമുള്ളത്ര വിട്ടിൽ ഒരു 10 ഇഞ്ച് വിട്ടിലാണ് ഞാൻ ആ ഒരു പീസിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഓറഞ്ച് പീസിനെ. എന്നിട്ട് ഇപ്പോൾ ഈ കാണിച്ചു തരുന്ന രീതിയിൽ 2 അരികും അടിച്ചു പോരാണ്, മറിച്ചിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആ പീസിനുള്ളിലേക്ക് വെച്ച് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് 2 തുമ്പും, അതായത് ആ ഗ്രീൻ കളറിലുള്ള തുമ്പും ഓറഞ്ച് കളറിലുള്ള പീസിൻ്റെ തുമ്പും കൂടി ഒന്നിച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. 2 സൈഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് നിർത്താം. അവിടെ കുറച്ച് കയറ്റിയിട്ടിട്ട് വേണം നമ്മൾ തുണി വയ്ക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ താഴെയും നമ്മൾ കുറച്ച് തുണി എക്സ്ട്രാ ഇടണം, നമുക്ക് മടക്കി അടിക്കാൻ പാകത്തിന്. കണ്ടോ, അവിടെ ഞാൻ ഒരു 1.5 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീസ് അങ്ങനെ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇവിടെ സെറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു പീസിനെ അതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കാനായിപ്പോയി പറഞ്ഞല്ലേ. ഓക്കെ, സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ തുമ്പെത്തുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കഴുത്തിൻ്റെ അവിടെ കുറച്ചവിടെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ നിർത്തിയിട്ടുണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പോർഷനും ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ എത്തുമ്പോഴത്തേക്കൊന്ന് തയ്യൽ കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെ ഈ കാണുന്ന രീതിയിൽ ആ താഴെ വെച്ചിരിക്കുന്ന ഒരു പീസിനെ നമ്മളൊരു ബോക്സ് ടൈപ്പിലാക്കിയിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കാണേ. അതിനുശേഷം നമ്മൾ ആ ഗ്രീൻ കളറിലുള്ള പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല പുറത്തു കൂടെ ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ടെടുക്കുകയാണ്. ഒന്ന് അവിടെ പ്രസ് ചെയ്തിരിക്കാനായിട്ട്. 2 തുണിയാണല്ലോ, അപ്പോൾ നമുക്കൊന്ന് ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇഷ്ടം. നമ്മൾ തേച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മുകളിലെ പോർഷൻ ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്, ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുക്കുകയാണ്. ഓക്കെ, ഇതുകൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ആ ടോപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ഇട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകല്ലേ. പിന്നെ ബാക്കിയുള്ള പോർഷൻ പറഞ്ഞുതരാം. മേലെ നമുക്ക് കുറച്ച് തുമ്പ് നിൽക്കുന്നുണ്ടാവുമല്ലോ കഴുത്തിൻ്റെ പോർഷനിൽ, അപ്പോൾ ആ പീസിനെ കാണുന്ന രീതിയിലൊന്ന് നമ്മൾ മടക്കി കൊടുത്തിട്ട് ഒന്നവിടെ പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഈ കാണിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ശേഷം അവിടെ കണ്ട ഒരു ബോക്സ് പോലെ വന്നേക്കുന്നേ, ആ ബോക്സ് പോലെ വന്നേക്കുന്നത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, താഴത്തെ പോർഷൻ ഉണ്ടല്ലോ, ഈ ടോപ്പിൻ്റെ താഴേക്ക് എത്തും തോറും നമുക്ക് വിട്ട് കൂടുതൽ കിട്ടണോ അല്ലേ. അപ്പോൾ താഴേക്ക് എത്തുന്ന അത്രയും പോർഷൻ നമ്മൾ കുറച്ച് വിരിച്ചിടാം. മേലേക്കുള്ള പോർഷൻ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒരു എ ലൈൻ വരുന്ന പോലെ നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കാം. പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർ ഒരു പേൾ പിൻ വെച്ച് ആ 2 സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ താഴേക്ക് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. മേലേക്ക് പോകും തോറും അതിങ്ങനെ അടുത്തടുത്ത് വരും. ഈ കാണുന്ന രീതിയിൽ എ ലൈനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ചും കൂടിയും കൊടുത്തിട്ട് അതിനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അതിൻ്റെ താഴെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. പിന്നെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കേ. അപ്പോൾ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുല്ലോ. സംഭവത്തിൻ്റെ ഫിനിഷിങ് കണ്ടല്ലോ, സൂപ്പറായിട്ടല്ലേ.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സംഭവം സക്സസ് ആയാൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്.